അടുപ്പുകൂട്ടി ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇത് യുദ്ധം കൊണ്ട് വല്ല കാര്യമുണ്ടോ മക്കളെ, യുദ്ധം കൊണ്ട് നമുക്ക് നഷ്ടമല്ലേ ഉള്ളൂ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മാധ്യമങ്ങളിലൊക്കെ അടുപ്പുകൂട്ടി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാര്യം പാകിസ്ഥാനിന് കടം മേടിക്കാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ കയറി തല്ലിയിട്ട് ആ രാജ്യം ഡിസിൻറ്റഗ്രേറ്റ് ആക്കിയാൽ ലോണൊന്നും തിരിച്ചടക്കണ്ട, IMF-ന്റെ ഉൾപ്പെടെ. നല്ലൊരു ഓപ്ഷനാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ പൈസ എടുത്ത് തിരിച്ചടക്കണ്ടല്ലോ. അങ്ങനെ രാജ്യം ഇന്നുണ്ടെങ്കിലല്ലേ പൈസ തിരിച്ചു ചോദിക്കുള്ളൂ. പിന്നെ അടുപ്പൂട്ടി ചർച്ചകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ഥാപിതമായ താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പറയുന്നത്. ഭാരതത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്, ഭാരതത്തിലെ ജനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ദേശത്തിനെതിരെയും ജനങ്ങൾക്കെതിരെയും അവരുടെ മൊറാൽ തകർക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത്. അപ്പോൾ പിന്നെ അത് വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനാണ് പ്രത്യേകിച്ചും ഇങ്ങനൊരു യുദ്ധ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, വാർ എമർജൻസി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാർ എമർജൻസി പ്രഖ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ പ്രോട്ടോക്കോളുകൾ നിലവിൽ വരും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഔചിത്യം കാണിച്ചുകൂടെ എന്നുള്ളതാണ്